1970കളിലും 80കളിലും ഇന്ത്യയിൽ വളർന്ന ആർക്കും HMT എന്നത് അതൊരു പേരല്ല, അതൊരു വികാരമായിരുന്നു. ജനത, പൈലറ്റ്, കോഹിനൂർ ഈ വാച്ചുകളൊക്കെ സമയം നോക്കാൻ മാത്രമുള്ളതായിരുന്നില്ല. ഒരു വിവാഹ സമ്മാനമായിട്ട്, 10ാം ക്ലാസ് പാസ്സായതിന്റെ ഒരു അംഗീകാരമായിട്ട്, അല്ലെങ്കിൽ ഒരു കരിയറിന്റെ തുടക്കം. അങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിന്റെയും ഭാഗമായിരുന്നു അത്. രാഷ്ട്രപതിമാർ മുതൽ ഏറ്റവും സാധാരണക്കാരൻ വരെ ഒരുപോലെ അണിഞ്ഞൊരു ബ്രാൻഡ്. അതെ, ടൈം കീപ്പേഴ്സ് ടു ദ നേഷൻ. ആ പരസ്യവാചകം അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. പക്ഷേ HMTയുടെ യഥാർത്ഥ ലോകം ആ ചെറിയ ഡയലിനുള്ളിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. അതെ, ഇന്ത്യയുടെ ഒരു വ്യാവസായിക സ്വപ്നത്തിന് അടിത്തറ പാകിയ ഒരു ഭീമൻ സ്ഥാപനമായിരുന്നു അത്. രാജ്യത്തിനു വേണ്ട മദർ മെഷീനുകൾ, അതായത് മറ്റു യന്ത്രങ്ങളെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ. അതെ, അത് നിർമ്മിക്കാൻ വേണ്ടി പിറന്ന ഒരു സ്ഥാപനം. മെഷീൻ ടൂൾസിൽ തുടങ്ങി ട്രാക്ടറുകളിലേക്കും പ്രിന്റിംഗ് മെഷീനുകളിലേക്കും അങ്ങനെ പടർന്നു പന്തലിച്ച ഒരു സാമ്രാജ്യം. അതെ. അപ്പോ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആ ഇതിഹാസത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ അഭിമാനമായി മാറിയ HMT എങ്ങനെയാണ് ഇത്രയും ഉയരങ്ങളിലെത്തിയത്? പിന്നെ എന്തുകൊണ്ട് ആ പ്രതാപത്തിന് മങ്ങലേറ്റു? ഈ വലിയ സ്ഥാപനത്തിന്റെ യാത്രയിൽ നിന്ന് ഒരു രാജ്യത്തിന്, ഒരു വ്യവസായത്തിന്, എന്തിന് നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം പഠിക്കാനുണ്ട്? നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പൊ HMTയുടെ തുടക്കം തന്നെ ഒരു വളരെ വലിയൊരു ലക്ഷ്യത്തോടെയായിരുന്നു അല്ലേ? തീർച്ചയായും. 1953-ൽ സ്വതന്ത്ര ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യം. ബാംഗ്ലൂരിൽ ഒരു ചെറിയ യൂണിറ്റായിട്ടാണ് തുടക്കം. ആ തുടക്കത്തിൽ നിന്ന് വളർച്ച വളരെ പെട്ടെന്നായിരുന്നില്ലേ? വളരെ വേഗത്തിലായിരുന്നു. മെഷീൻ ടൂൾസിൽ വൈദഗ്ധ്യം നേടിയതിനു ശേഷം 1962-ൽ ജപ്പാനിലെ സിറ്റിസൺ വാച്ച് കമ്പനിയുമായി സഹകരിച്ചു. അതാണ് വാച്ച് നിർമ്മാണത്തിലേക്ക് വരുന്നത്. അതെ, അതൊരു വിപ്ലവമായിരുന്നു. അതുവരെ സ്വിസ് വാച്ചുകൾ മാത്രം കണ്ടിരുന്ന ഇന്ത്യക്കാർക്ക് സ്വന്തം രാജ്യത്ത് നിർമ്മിച്ച, വിശ്വസിക്കാവുന്ന, താങ്ങാനാവുന്ന ഒരു വാച്ച് കിട്ടി. ആ വാച്ചുകളിൽ നിന്ന് HMT ഒരു സാമ്രാജ്യമായി വളരുകയായിരുന്നു. ട്രാക്ടറുകൾ, പ്രിന്റിംഗ് മെഷീനുകൾ, ലാമ്പുകൾ, ഡയറി മെഷീനറികൾ. 80കളുടെ അവസാനമായപ്പോഴേക്കും എന്തായിരുന്നു അതിന്റെ ഒരു വലുപ്പം? 10 സംസ്ഥാനങ്ങൾ. 10ഓ? അതെ, 16 ഫാക്ടറികൾ, 22 ഡിവിഷനുകൾ, ഏകദേശം ഒരു 30,000 ജീവനക്കാർ. അപ്പൊ അവരുടെ ഉപഭോക്താക്കൾ ആരൊക്കെയായിരുന്നു? ആരില്ലായിരുന്നു എന്ന് ചോദിക്കുന്നതാണ് എളുപ്പം. ISRO, റെയിൽവേ, പ്രതിരോധ സ്ഥാപനങ്ങൾ, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോഴ്സ്. അതെ, HMTയുടെ ഉപഭോക്താക്കളില്ലാത്ത മേഖലകൾ ഇന്ത്യയിൽ കുറവായിരുന്നു എന്ന് തന്നെ പറയാം. അവരുടെ വൈദഗ്ധ്യം ഇപ്പോഴും നശിച്ചിട്ടില്ല എന്നതിന് തെളിവുകളുണ്ടല്ലോ. ഏറ്റവും പുതിയ ഉദാഹരണങ്ങൾ തന്നെയുണ്ട്. അടുത്തിടെ നാവികസേനയ്ക്കു വേണ്ടി ഡയറക്റ്റിംഗ് ഗിയർ എന്ന അതീവ സങ്കീർണമായ ഉപകരണം നിർമ്മിച്ചത് HMTയാണ്. ഓഹോ. ഇന്ത്യൻ റെയിൽവേക്കായി CNC സർഫസ് വീൽ ലേത്ത് എന്നൊരു വിപ്ലവകരമായ യന്ത്രം വികസിപ്പിച്ചു. എന്തിന്, നമ്മുടെയെല്ലാം അഭിമാനമായ ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ വരെ HMTക്ക് നിർണായകമായ സംഭാവനകളുമുണ്ട്. അപ്പൊ ആ കഴിവ് ഇപ്പോഴും അവിടെയുണ്ട്? ഉണ്ട്. അതുതന്നെയാണ് പ്രസക്തമായ ചോദ്യം. ഇത്രയും വിജയകരമായി രാജ്യത്തിന്റെ അഭിമാനമായി മുന്നോട്ടു പോയ ഒരു സ്ഥാപനം പിന്നീട് എങ്ങനെയാണ് പ്രതിസന്ധിയിലായത്? അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു വീഴ്ചയല്ല അല്ലേ? അല്ല. ആ തകർച്ചയുടെ കാരണങ്ങൾ മനസ്സിലാക്കാൻ HMT പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് PSCകൾ രൂപീകരിച്ചതിന്റെ അടിസ്ഥാന തത്വം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ലാഭമുണ്ടാക്കുക എന്നതിനേക്കാൾ മറ്റു ലക്ഷ്യങ്ങളായിരുന്നു അല്ലേ? അതെ, സാമൂഹിക വികസനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വികസനം എത്തിക്കുക, സ്വാശ്രയത്വം നേടുക, ഇതൊക്കെയായിരുന്നു സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നെഹ്റുവും വ്യവസായിയായ JRD ടാറ്റയും തമ്മിൽ നടന്നൊരു സംഭാഷണം, ലാഭം ഒരു വൃത്തികെട്ട വാക്കാണ് എന്ന് നെഹ്റു പറഞ്ഞതായി ടാറ്റ ഓർക്കുന്നു. അതെ, പ്രോഫിറ്റ് ഇസ് എ ഡേർട്ടി വേർഡ്. ആ ഒരു ചിന്താഗതി ഒരു ബിസിനസ് സ്ഥാപനം എന്ന നിലയിൽ HMTയുടെ പ്രവർത്തനത്തെ പലതരത്തിൽ ബാധിച്ചു. ഒരൊറ്റ വാചകത്തിലെല്ലാമുണ്ട്. അതെ, ആ ഒരു കാഴ്ചപ്പാടിലായിരുന്നു HMTയെയും കണ്ടിരുന്നത്. അതായത് HMTയുടെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ലാഭമുണ്ടാക്കലായിരുന്നില്ല, മറിച്ച് സാമൂഹിക ലക്ഷ്യങ്ങൾ നേടലായിരുന്നു എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. സാമൂഹിക വികസനം, പ്രാദേശിക സമത്വം, ഇതൊക്കെയായിരുന്നു മുൻഗണന. ഇതിന്റെ ഭാഗമാണ് HMT ഫാക്ടറികൾ പല സംസ്ഥാനങ്ങളിലായി ചിതറി സ്ഥാപിച്ചത്. ഹരിയാന, കേരളം, ആന്ധ്രാപ്രദേശ്. അതെ, കശ്മീർ, ഉത്തരാഖണ്ഡ്, അങ്ങനെ പലയിടത്തും. ലക്ഷ്യം നല്ലതായിരുന്നു, പ്രാദേശിക വികസനം, തൊഴിലവസരങ്ങൾ. പക്ഷേ ഒരു ബിസിനസ് കാഴ്ചപ്പാടിൽ അതൊരു വലിയ അബദ്ധമായിരുന്നു. അതെങ്ങനെയാണ് പ്രവർത്തനത്തെ ബാധിച്ചത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ യൂണിറ്റിനും സ്വന്തമായി ഭരണ സംവിധാനം വേണം. വലിയ ടൗൺഷിപ്പുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ. ഇതെല്ലാം പ്രവർത്തന ചെലവ് ഭീമമായി വർദ്ധിപ്പിച്ചു. കാര്യക്ഷമതയെ ഇത് സാരമായി ബാധിച്ചു. ഇതിനെല്ലാം പുറമെ മറ്റു നഷ്ടത്തിലോടുന്ന കമ്പനികളെ ഏറ്റെടുക്കേണ്ടി വന്നതും ഒരു ഭാരമായില്ലേ? അതൊരു വലിയ ഭാരമായി മാറി. അജ്മീരിലെ മെഷീൻ ടൂൾ കോർപ്പറേഷൻ, ഹൈദരാബാദിലെ പ്രാഗ ടൂൾസ്, ഇതൊക്കെ HMT ഏറ്റെടുത്തു. അതായത് സാമൂഹിക ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി HMT എന്ന സ്ഥാപനത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു വശത്ത് രാജ്യത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരെ ആകർഷിച്ചൊരു സ്ഥാപനം, IITകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നില്ലേ HMT? ആയിരുന്നു.
പക്ഷേ ആ സ്ഥിതി മാറി. എങ്ങനെ? 1991 സാമ്പത്തിക ഉദാരവൽക്കരണം അവിടെ ഒരു പ്രധാന വഴിതിരിവായി. അതുവരെ ഒരു സംരക്ഷിത വിപണിയിലായിരുന്നു HMT. പെട്ടെന്ന് മത്സരം വന്നു. സ്വകാര്യ മേഖല ശക്തമായി. അതെ, അവർ മികച്ച ശമ്പളവും അവസരങ്ങളും നൽകി കഴിവുള്ളവരെ ആകർഷിച്ചു തുടങ്ങി. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടൈറ്റാൻ വാച്ചസ് വന്നപ്പോൾ സംഭവിച്ചത്. ഏകദേശം 350ഓളം എഞ്ചിനീയർമാർ. അതെ, 350ഓളം മികച്ച എഞ്ചിനീയർമാർ HMT വിട്ട് പോയി. അതൊരു കൂട്ടപലായനം തന്നെയായിരുന്നല്ലോ. ഒരു സ്ഥാപനത്തിന് അതിന്റെ ബൗദ്ധികമായ അടിത്തറ തന്നെ നഷ്ടപ്പെടുകയാണ്. അതെ, ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ മുതൽമുടക്ക് അതിലെ ജീവനക്കാരല്ലേ? ആ അടിത്തറയാണ് ഇളകിയത്. ഇതിന് സർക്കാർ നയങ്ങളും ഒരു പ്രധാന കാരണമായി, പ്രത്യേകിച്ച് ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ. അതെ, അവിടെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് അഥവാ DPE എന്ന സർക്കാർ സ്ഥാപനത്തിന്റെ പങ്കുവരുന്നത്. എന്താണത്? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരാണ്. ഇവരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മാത്രമേ ശമ്പള പരിഷ്കരണം സാധ്യമാകൂ. അപ്പൊ നഷ്ടത്തിലാണെങ്കിലേ? ശമ്പള പരിഷ്കരണമില്ല. പോരാത്തതിന് ആ വർധനവ് സ്ഥാപനം സ്വന്തം വരുമാനത്തിൽ നിന്ന് കണ്ടെത്തുകയും വേണം. ഇതൊരു തരം വിചിത്രമായ ന്യായമല്ലേ? പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സർക്കാർ നയങ്ങൾ കാരണം നഷ്ടത്തിലായ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ ആ നഷ്ടത്തിന്റെ ഭാരം പേരേണ്ടി വരുന്നു. കൃത്യമായി പറഞ്ഞാൽ അതൊരു ബ്ലെൻഡേ കോളോ ആണ്. 1997 ശേഷം HMT മഷീൻ ടൂൾസിലെ ജീവനക്കാർക്ക് ശമ്പള സ്കെയിൽ പരിഷ്കരണം ലഭിച്ചിട്ടില്ല. 97 ശേഷം? അതെ. അതേസമയം മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും 2007ലെയും 2017ലെയും ശമ്പള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. ഇത് HMTയെ മാത്രമല്ല, സമാനമായ അവസ്ഥയിലുള്ള മറ്റു പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സാവധാനം കൊല്ലുന്നൊരു നയമാണ്. കഴിവുള്ളവർ സ്വാഭാവികമായും മെച്ചപ്പെട്ട അവസരങ്ങൾ തേടിപ്പോകും. ഈ ആന്തരികമായ പ്രശ്നങ്ങൾ പുറത്തുള്ളവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ സാധാരണക്കാർക്ക് HMTയുടെ വീഴ്ച മനസ്സിലായത് അവരുടെ കൈത്തണ്ടയിൽ നിന്നാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ ഹൃദയമിടിപ്പായിരുന്ന വാച്ചുകൾക്ക് എന്തുപറ്റി? അവിടെയാണ് സാങ്കേതിക വിദ്യയുടെ മാറ്റം തിരിച്ചറിയുന്നതിലെ പരാജയം വരുന്നത്. ലോകം കോഡ്സ് സാങ്കേതിക വിദ്യയിലേക്ക് മാറിയപ്പോൾ HMT അവരുടെ മനോഹരമായ സങ്കീർണമായ മെക്കാനിക്കൽ വാച്ചുകളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മെക്കാനിക്കൽ വാച്ചുകൾക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പക്ഷേ കോഡ്സ് ഒരു വിപ്ലവമായിരുന്നു. അത് വാച്ചുകളെ അവിശ്വസനീയമം വിധം കൃത്യതയുള്ളതും നിർമ്മിക്കാൻ ചിലവ് കുറഞ്ഞതും സർവീസ് ആവശ്യമില്ലാത്തതുമാക്കി മാറ്റി. ടൈറ്റാൻ ഇത് മനസ്സിലാക്കി. അതെ, അതൊരു വോള്യം ഗെയിമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. HMT അപ്പോഴും ഒരു കരകൗശല വിദഗ്ധന്റെ മനോഭാവത്തിലായിരുന്നു. അതിനിടയിൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം കാശ്മീരിലും ഉത്തരാഖണ്ഡിലുമൊക്കെ ബിസിനസ് യുക്തിയില്ലാതെ പുതിയ മെക്കാനിക്കൽ വാച്ച് ഫാക്ടറികൾ തുറന്നതും വലിയ തിരിച്ചടിയായി. അതെ, ട്രാക്ടറുകളുടെ കഥയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അവിടെയും ഇതേ പ്രശ്നമായിരുന്നു. തുടക്കത്തിൽ സിറ്റോർ എന്ന ചെക്ക് ബ്രാൻഡുമായി സഹകരിച്ച് വലിയ വിജയം നേടിയതാണ്. പക്ഷേ ഉദാരവൽക്കരണത്തിനു ശേഷം വിപണി മാറി. മഹീന്ദ്ര, എസ്കോട്സ് പോലുള്ള പുതിയ കമ്പനികൾ വന്നു. അവർ കൂടുതൽ മികച്ച ഫീച്ചറുകളുള്ള ഇന്ധനക്ഷമതയുള്ള ട്രാക്ടറുകൾ ഇറക്കി. അതെ, ആ മാറ്റത്തിനൊപ്പം ഓടിയെത്താൻ HMTക്ക് കഴിഞ്ഞില്ല. സംയുക്ത സംരംഭങ്ങൾക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഐഷർ, L&T, ജോൺ ഡിയർ പോലുള്ള കമ്പനികൾക്ക് HMT ട്രാക്ടേഴ്സിൽ താൽപ്പര്യമുണ്ടായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണത് നടക്കാതെ പോയത്? അവസരങ്ങൾ തീർച്ചയായും ഉണ്ടായിരുന്നു. പക്ഷേ തൊഴിലാളി യൂണിയനുകളുടെ ശക്തമായ എതിർപ്പും സർക്കാർ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലുണ്ടായ ഭീമമായ കാലതാമസവും. ആ കാലതാമസം അതാണ് പ്രധാന വില്ലൻ. ഓരോ തവണയും ഒരു പുതിയ അവസരം വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി വയ്ക്കും. ആ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴേക്കും വിപണി മാറിയിട്ടുണ്ടാകും. ഒടുവിൽ 2016 പ്രാക്ടർ ഡിവിഷൻ അടച്ചുപൂട്ടേണ്ടി വന്നു. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും HMT ഒരു കാലത്ത് മുൻപന്തിയിലായിരുന്നല്ലോ. 1960കളിൽ തന്നെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചു തുടങ്ങിയ സ്ഥാപനമാണ്. പിന്നീട് അവിടെയും പിന്നോട്ടു പോയതെങ്ങനെ? അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. 1960കളുടെ അവസാനത്തിൽ തന്നെ കമ്പ്യൂട്ടർ വൽക്കരണം തുടങ്ങിയ സ്ഥാപനമാണ്. പക്ഷെ അതിന്റെ തുടർച്ചയുണ്ടായില്ല. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളിൽ നിന്ന് പേഴ്സണൽ കമ്പ്യൂട്ടറുകളിലേക്കുള്ള മാറ്റം ഉൾക്കൊള്ളാൻ വൈകി. അതെ, പുതിയ സോഫ്റ്റ്വെയറുകളിലും ഹാർഡ്വെയറുകളിലും നിക്ഷേപിക്കാനോ അതിനുവേണ്ട വൈദഗ്ധ്യമുള്ളവരെ ആകർഷിക്കാനോ നിലനിർത്താനോ സാധിച്ചില്ല. ഇന്ത്യ ഒരു IT ശക്തിയായി മാറിയപ്പോൾ ഒരു കാലത്ത് അതിന് തുടക്കമിട്ട HMT കാഴ്ചക്കാരായി നിന്നു. ഇത് കേൾക്കുമ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തും വലിയ ദീർഘവീക്ഷണമില്ലായ്മയുണ്ടായി എന്ന് വ്യക്തമാണ്. വളരെ ശരിയാണ്. 1990 ജപ്പാനിലെ ജെയ്ക, അതായത് ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി, HMTയെക്കുറിച്ച് നടത്തിയൊരു പഠന റിപ്പോർട്ടിലെ നിർണായകമായ നിർദ്ദേശങ്ങൾ പോലും പൂർണ്ണമായി നടപ്പിലാക്കിയില്ല. എന്തായിരുന്നു അതിലെ പ്രധാന കണ്ടെത്തൽ? കോർപ്പറേറ്റ് പ്ലാനിംഗ് വിഭാഗത്തിന് തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ല എന്നായിരുന്നു. വിരോധാഭാസമെന്ന് പറയട്ടെ, ആ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ടതും അതേ വിഭാഗം തന്നെയായിരുന്നു. ഗവേഷണ വിഭാഗം, അതായത് R&D, അടച്ചുപൂട്ടാനുള്ള തീരുമാനം തന്നെ അവരുടെ കാഴ്ചപ്പാടില്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ HMTയുടെ കഥ അവസാനിച്ചോ? എന്താണ് ഇന്നത്തെ അവസ്ഥ? എല്ലാം അടച്ചുപൂട്ടിയോ? ഇല്ല.
അതാണ് രസകരമായ കാര്യം. ട്രാക്ടർ, വാച്ച് ഡിവിഷനുകൾ ഔദ്യോഗികമായി നിർത്തിയെങ്കിലും ബാംഗ്ലൂരിലെ മെഷീൻ ടൂൾസ് ഫാക്ടറിയിൽ ഇപ്പോഴും ചെറിയ തോതിൽ മെക്കാനിക്കൽ വാച്ചുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോഴോ? അതെ, അവയ്ക്ക് ഓൺലൈനിലും ബാംഗ്ലൂരിലെ ഷോറൂമിലും നല്ല ആവശ്യക്കാരുമുണ്ട്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റിനെ പുനരുജ്ജീവിപ്പിച്ചതുപോലെ HMT വാച്ചുകൾക്കും ഒരു പൈതൃക മൂല്യം മുൻനിർത്തി തിരിച്ചുവരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. പ്രധാന ബിസിനസ്സായ മെഷീൻ ടൂൾസിന്റെ ഭാവിയോ? രാജ്യത്തിനിന്നും അവരുടെ വൈദഗ്ധ്യം ആവശ്യമാണല്ലോ. അതാണ് ഏറ്റവും പ്രധാനം. HMTയുടെ വൈദഗ്ധ്യം രാജ്യത്തിന് ഇന്നും അത്യന്താപേക്ഷിതമാണ്. അത് സംരക്ഷിക്കാൻ ചില അടിയന്തര നടപടികൾ വേണം. എവിടെ തുടങ്ങണം? ഒന്നാമതായി 6 സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന മെഷീൻ ടൂൾസ് യൂണിറ്റുകളെ 1-2 തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ഏകീകരിക്കണം. 40 വർഷം മുൻപത്തെ രാഷ്ട്രീയ കാരണങ്ങൾ വെച്ച് ഇന്നത്തെ കാലത്തൊരു ബിസിനസ് നടത്താൻ സാധിക്കില്ല. ഏകീകരണം മാത്രം മതിയോ? നേതൃത്വത്തിന്റെ കാര്യത്തിലോ? അതുമാത്രം പോരാ. യന്ത്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നവീകരിക്കണം. പക്ഷേ ഏറ്റവും നിർണായകം നേതൃത്വമാണ്. സ്ഥാപനത്തിന്റെ തലപ്പത്ത് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരണം. മുഴുവൻ സമയ നേതൃത്വം വേണം. അതെ, ചെയർമാൻ, MD തുടങ്ങിയ തസ്തികകളിൽ മുഴുവൻ സമയം കഴിവുള്ള, രാഷ്ട്രീയ ഇടപെടലില്ലാതെ തീരുമാനമെടുക്കാൻ അധികാരമുള്ളവരെ നിയമിക്കണം. ഇപ്പോൾ ഈ തസ്തികകളെല്ലാം താൽക്കാലിക ചുമതലകളാണ്. അത് ദീർഘകാല പദ്ധതികൾക്ക് വലിയ തടസ്സമാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള HMT ഫാക്ടറികളും ആയിരക്കണക്കിന് വീടുകളുള്ള ടൗൺഷിപ്പുകളും സ്കൂളുകളും. ഇതൊരു ഭീമമായ നഷ്ടമല്ലേ? സർക്കാരിന്റെ ഈ നിഷ്ക്രിയത്വം എങ്ങനെയാണ് ഇത്രയും വലിയ പൊതുമുതലിനെ നശിപ്പിക്കുന്നത്? അതൊരു ദേശീയ ദുരന്തമാണ്. പൊതുമുതലിന്റെ ഭീമമായ പാഴാക്കലാണ് അവിടെ നടക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ആ കെട്ടിടങ്ങളെയും വിലപിടിപ്പുള്ള യന്ത്രങ്ങളെയും പൂർണ്ണമായി നശിപ്പിക്കുകയാണ്. ഇത് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമല്ലേ? തീർച്ചയായും. അധികാരികൾ വേഗത്തിൽ തീരുമാനങ്ങളെടുക്കുകയും അത് നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കുകയും വേണം. ഈ യൂണിറ്റുകളെ പ്രതിരോധം, റെയിൽവേ തുടങ്ങിയ മറ്റാവശ്യങ്ങൾക്ക് പുനരുപയോഗിക്കാം, അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കാം. അല്ലാതെ വെറുതെ തുരുമ്പെടുത്ത് നശിക്കാൻ വിടുന്നത് ഒരു രാജ്യത്തോടുള്ള അനീതിയാണ്. അപ്പോൾ HMTയുടെ കഥ കേവലം ഒരു കമ്പനിയുടെ വിജയപരാജയങ്ങളുടേത് മാത്രമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയുടെ വ്യാവസായിക ചരിത്രത്തിന്റെയും നയപരമായ തീരുമാനങ്ങൾ ഒരു സ്ഥാപനത്തെ എങ്ങനെ രൂപപ്പെടുത്തുകയും തകർക്കുകയും ചെയ്യുമെന്നതിന്റെയും ഒരു നേർക്കാഴ്ചയാണ്. ശരിയാണ്. സർക്കാരിന് ബിസിനസ്സിൽ കാര്യമില്ല എന്ന് ഇന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുമ്പോഴും HMT പോലുള്ള സ്ഥാപനങ്ങൾ ഒരു കാലത്ത് ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. പ്രതിരോധം, റെയിൽവേ, ബഹിരാകാശ ഗവേഷണം. അതെ, ഈ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇന്നും അവർ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ആ അടിത്തറ ഇല്ലാതാക്കാൻ എളുപ്പമാണ്, പക്ഷെ വീണ്ടും കെട്ടിപ്പടുക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവരും. പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. പ്രിസിഷൻ എഞ്ചിനീയറിംഗിലെ, അതായത് അതീവ സൂക്ഷ്മത ആവശ്യമുള്ള യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതിലെ അവരുടെ വൈദഗ്ധ്യം ഇന്നും ഒരു ദേശീയ സ്വത്താണ്. അത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല. നേവിക്കും റെയിൽവേക്കും ബഹിരാകാശ ഗവേഷണങ്ങൾക്കും വേണ്ടി അവർ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ അതിന് തെളിവാണ്. പ്രതിരോധം, റെയിൽവേ, ബഹിരാകാശം തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിൽ സ്വയം പര്യാപ്തത നേടാൻ HMT പോലുള്ള ഒരു സ്ഥാപനം നമുക്കാവശ്യമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാനായി ഒരു ചോദ്യം മാത്രം. ഒരു സ്ഥാപനത്തിന്റെ പൈതൃക മൂല്യവും അതിന്റെ നിലവിലെ സാമ്പത്തിക പ്രായോഗികതയും തമ്മിൽ എങ്ങനെയാണ് ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ കഴിയുക? അതെ, HMT വാച്ചിനോടുള്ള വൈകാരികമായ അടുപ്പം മാത്രം മതിയോ അതിനെ ഇന്നത്തെ മത്സരാധിഷ്ഠിത വിപണിയിൽ വിജയിപ്പിക്കാൻ? അതോ ആ പൈതൃകത്തെ ഒരു മുതൽക്കൂട്ടായി കണ്ട് പുതിയ കാലത്തിനനുസരിച്ച് അതിനെ പുനരവതരിപ്പിക്കുകയാണോ വേണ്ടത്?